ഇന്നത്തെ പത്രങ്ങൾ വിലയിരുത്തുന്നത് കോട്ടയത്ത് നിന്ന് ശ്രീജിത്താണ്. ശ്രീജിത്തിലേക്ക് എത്താം. ഇന്ന് പ്രധാന വാർത്തകൾ മറയില്ലാത്തവർക്ക് കച്ചവടം എന്നുള്ള ഒരു പ്രത്യേക വാർത്തയാണ് മാതൃഭൂമി പ്രധാന തലക്കെട്ടാക്കിയിരിക്കുന്നത്. മനോരമ അങ്ങനെ തന്നെയാണ്. കുത്തഴിഞ്ഞ ജയിലുകൾ, സർവത്ര സുരക്ഷാ വീഴ്ച, ജയിലിന്റെ സുരക്ഷാ വീഴ്ചയെ പറ്റിയാണ് മനോരമയുടെ ഏറ്റവും ലീഡ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒപ്പം വാഹന പണിമുടക്ക് തുടങ്ങി, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പ്രതികരണം ഉണ്ടാവും. രാഷ്ട്രപതി കേരളത്തിലുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനം സംബന്ധിച്ച വിശദാംശങ്ങളും ഒന്നാം പേജിൽ തന്നെയുണ്ട്. അങ്ങനെ വാർത്തകളാൽ സമ്പന്നം തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളുടെ ഒന്നാം പേജും ഉൾപേജുമെല്ലാം. ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, ഇന്നത്തെ പത്രങ്ങൾ വിലയിരുത്തുമ്പോൾ വായനക്കാർ ഈ വാർത്തകളെല്ലാം ഏതു തരത്തിലാണ് കാണുന്നത്? ജോയി, തീർച്ചയായും പത്രങ്ങളെ വിലയിരുത്തുമ്പോൾ കേരളത്തെ ഇന്ന് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന പോലെ ഇന്ന് വാഹന പണിമുടക്കാണ്. വാഹന പണിമുടക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ സാധാരണ ഉള്ളതുപോലെ ഒരു ഹർത്താലിന്റെ പ്രതീതിയിലേക്ക് മാറിയിരിക്കുന്നു. കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. പത്രങ്ങളിലും അത് സംബന്ധിച്ച് പ്രധാന പേജിൽ തന്നെ, മുൻ പേജിൽ തന്നെ എല്ലാ പത്രങ്ങളും ഈ വാർത്ത നൽകിയിട്ടുണ്ട്. നമുക്ക് വായനക്കാരും ഒക്കെ ഈ ചായക്കടയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ചോദിക്കാം. ചേട്ടാ, ഈ പണിമുടക്ക് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. രാവിലെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല? ഇല്ല, നമ്മളിവിടെ തൊട്ടടുത്ത താമസം, നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ട്. ചേട്ടൻ ഓട്ടോ തൊഴിലാളിയാണോ? പണിമുടക്ക് എങ്ങനെയാണ് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? ആണല്ലേ. യാത്ര ചെയ്യാനുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാട്ടാ പണിമുടക്കിനെ ഒക്കെ കാണുന്നത്? പണിമുടക്ക് ഓൾ ഇന്ത്യ പണിമുടക്കല്ല. ഓൾ ഇന്ത്യ ഡീസലും മറ്റതും പെട്രോളും വില കൂടുതലുണ്ട്, ഇൻഷുറൻസ് വില കൂടുതലുണ്ട്. അത് കാരണമാണ് പണിമുടക്ക്. നടക്കേണ്ട പണിമുടക്ക് തന്നെയാണെന്നുള്ള അഭിപ്രായമാണ്. അതെ, പിന്നെ ഇൻഷുറൻസ് ഭയങ്കര ഇതാണ്. അതുപോലെ വണ്ടിക്ക് ടാക്സ് മറ്റേ കൂടുതലാണ്. അതുകൊണ്ടാണ് പണിമുടക്ക്. ഈ മറ്റ് പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ കൂട്ടക്കൊല സംബന്ധിച്ചാണ്. കമ്പകക്കാനത്തെ കൂട്ടക്കൊല, അത് ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. മന്ത്രശക്തി സ്വന്തമാക്കാൻ വേണ്ടി എന്നതാണ് മനോരമ ഇതിൻ്റെ ഒരു ഹെഡിങ് ആയി നൽകിയിരിക്കുന്നത്. ഈ കേരളം ഒരുപാട് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ കൂട്ടക്കൊലയൊക്കെ നടക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അതൊക്കെ വെറും അന്ധവിശ്വാസം തന്നെയാണ്. ഒരു ഞെട്ടൽ തോന്നിയോ ഇത്രയും പേര് ഒരുമിച്ച് ഇങ്ങനെ കൊല്ലുന്ന ഒരു സംഭവമൊക്കെ? എങ്ങനെയാ ചേട്ടാ, ഈ നമ്മുടെ ഈ തൊടുപുഴ ഒരു കൊലപാതകം ഉണ്ടല്ലോ, മന്ത്രശക്തി സ്വന്തമാക്കാൻ വേണ്ടി കൂട്ടക്കൊല നടത്തിയല്ലോ, അതിനെയൊക്കെ എന്താണ് സംഭവം? വായിച്ചിരുന്നോ? പത്രം വായിച്ചിരുന്നോ? എന്തായാലും ഇങ്ങനെയുള്ള പ്രതികരണം തന്നെയാണ്. നമുക്ക് ഇവിടെ ചായക്കട നടത്തുന്ന ചേട്ടനെ കൂടി ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്ന് തോന്നുന്നു. ചേട്ടാ, ഈ തൊടുപുഴ കൊലപാതകമൊക്കെ പത്രത്തിൽ വായിച്ചോ? മന്ത്രശക്തി സ്വന്തമാക്കാൻ വേണ്ടി വലിയ കൊല നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ കേട്ടപ്പോൾ തോന്നി? എന്താണ് കേട്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല നടത്തിയവരെ പിടിക്കുക, ഇങ്ങനെയുള്ള ആഭിചാരങ്ങളൊക്കെ നിർത്തലാക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ ഒരു കൃത്യമായ ഇടപെടൽ, കൂടുതൽ ഈ നിയമങ്ങൾ ശക്തമാക്കണമെന്നുണ്ട്. ഇത്തരം മന്ത്രവാദങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാകണം. ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കണം. ജോയി, അതോടൊപ്പം തന്നെ ഇത്തരം മന്ത്രവാദക്കൊല അല്ലെങ്കിൽ പോലും കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും തുടരുന്ന ഒരു കാഴ്ചയും ഏതാണ്ട് എല്ലാ പത്രങ്ങളുടെയും തന്നെ മുൻ പേജിൽ തന്നെ ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ നിർഭാഗ്യകരം എന്നതാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞിരിക്കുന്നത്. സംവാദവും പരസ്പരം മാനിക്കുന്നതും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്നതും കേരള സമൂഹത്തിൻ്റെ മുഖമുദ്രയാണെന്നിരിക്കെ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ അക്രമ രാഷ്ട്രീയങ്ങൾ ഉണ്ടാകുന്നത് വിരോധാഭാസമാണ് എന്നതാണ്. ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ പ്രസംഗം വളരെ പ്രസക്തമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. കേരളം ഒരുപാട് നാളുകളായി ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് രാഷ്ട്രീയ കൊലപാതകം എന്നത്. ചേട്ടാ, ഈ രാഷ്ട്രീയ കൊലപാതകത്തെ പറ്റി വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും തുടരുകയാണിത്? എന്നാ പറഞ്ഞാലും നടക്കാനുള്ള നടക്കുക, നമ്മളെന്ത് പറയാനാ? എങ്ങനെയാട്ടാ, നിങ്ങൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ കൊല വീണ്ടും തുടരുകയാണ്? കാസർഗോഡ് ഇന്നലെ ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. എന്താണ് ഒരു പ്രതികരണം? ഇത് നിർത്താൻ നമുക്ക് കഴിയില്ല. നമുക്കിപ്പോൾ കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും അത് നിൽക്കുമെന്ന് തോന്നുന്നില്ല.
ഇതൊരു വാശി വാശിയാണ്. വാശിയാണ്. നമ്മൾ പക്ഷേ എല്ലാ തവണയും ഒരുപാട് ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിനെ ഒന്നും ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ കാര്യമായി കാണുന്നില്ല എന്നാണോ തോന്നുന്നത്? ജോയി, ഇങ്ങനെയാണ് ഏതാണ്ട് രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ചർച്ച എത്തുമ്പോൾ ചേട്ടി, ഈ രാഷ്ട്രീയ കൊലപാതകത്തെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇന്നലെ ഒരാളെ കൂടി അതറിയില്ല. ഒരുപക്ഷെ ജോയി, ഇതാണ് ഏതാണ്ട് ഒരു പത്രത്തിൻ്റെ വിശേഷങ്ങളുള്ളത്. അതായത് മറ്റൊന്ന്, ഈ ജോയി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാള മനോരമയുടെ ഏറ്റവും മുന്നിലത്തെ പേജിൽ തന്നെ കുത്തഴിഞ്ഞ ജയിലുകൾ, സംസ്ഥാനത്തെ ജയിലുകളെ സംബന്ധിച്ചുള്ള വാർത്ത പ്രധാന ലീഡായി തന്നെ അവർ കൊടുത്തിരിക്കുന്നു. സർവത്ര സുരക്ഷാ വീഴ്ചയാണുള്ളത്. CCTV, മെറ്റൽ ഡിറ്റക്ടർ, വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളൊക്കെയും തകരാറിലാണ് എന്ന ഒരു വാർത്തയും അവർ നൽകുന്നുണ്ട്. എന്തായാലും പത്രങ്ങൾ വാർത്തകളെ സംബന്ധിച്ച് സമ്പന്നമാണ്. ഒരുപക്ഷെ നഗരം ഏതാണ്ട് ഈയൊരു പണിമുടക്കിൻ്റെ ആലസ്യത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളും കാര്യമായി, കടകളൊന്നും തുറക്കാത്തതുകൊണ്ട് തന്നെ കാര്യമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ജോയ്.